വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാൽ സർവശക്തനായ ദൈവം തന്നു. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മൾ കടന്നു വന്ന നിമിഷം മുതൽ നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ആരാധിപ്പാൻ, അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം തന്ന് ശ്രവിപ്പാൻ എല്ലാം കർത്താവ് തന്ന വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിക്കുന്നവരെ ഉയർത്തുന്ന ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ ചെയ്യുമാറാകട്ടെ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. വസിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞാൽ സ്തുതികൾ എന്മേൽ വസിക്കുന്നവൻ എന്റെ കൂടെ ഉണ്ട്. സ്തുതികളുടെ മേൽ വസിക്കുന്നവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. പരിശുദ്ധനായവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അല്പസമയമുള്ളൂവെങ്കിലും ദൈവം വലിയ ചെയ്യാൻ പോകുന്നു. നമുക്ക് വായിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നൊരു വചനം 1 Corinthians chapter 1:18. 1 Corinthians 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോധത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോധത്വമാകുമ്പോൾ രക്ഷിക്കപ്പെട്ട നമുക്ക് അത് ദൈവശക്തിയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാത്രികാലം ദൈവത്തിന്റെ വചനം ഇവിടെ പ്രസ്താവിക്കപ്പെടുമ്പോൾ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ ആരും മൗനമായിരിക്കരുത്. ആരും മൗനമായിരിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ ദൈവത്തിന്റെ വചനങ്ങളെ കൈകളിലെടുക്കാം. അതുള്ളവർ ഉയർത്തിപ്പിടിക്കാമില്ലാത്തവർ കാര്യങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കുക. എന്തെങ്കിലും പറയാം. തിരുവചനത്തിനായി സ്തോത്രം. ജീവനും സത്യമനുമേ പകരുന്നതിനായി സ്തോത്രം. രക്ഷയുടെ ഉറവന്റെ ജീവിതത്തിൽ തുറക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ബൈബിൾ താഴെ വച്ചിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷമായി കണക്കെടുപ്പോൾ രക്ഷിക്കപ്പെട്ട് വേർപെട്ടിരുന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് ജീവരക്ഷയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. കാണുന്നവർ നിന്നെ പൊട്ടിച്ചെന്നവരാ, കുറുക്കാൻ പറയുന്നവരാ, നിന്ദിക്കുന്നവർ നിന്ദിച്ചെന്നവരാ. ദൈവത്തിന്റെ വൈതല് ഇതെല്ലാം ഗണ്യമാക്കാതെ എന്റെ കർത്താവിലേക്ക് അടുത്ത് വരുന്നതിന് അവനെ രക്ഷയ്ക്കായി കണക്കിട്ടുകൊണ്ട് അവനെ പുതുജീവന്റെയും പുതുശക്തിയുടെയും പുത്തൻ അഭിഷേകത്തിന് നിറമെന്ന് വയ്ക്കുന്ന യേശുവിന്റെ മഹാ സാന്നിധ്യം ജീവരക്ഷയോ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അത് വെളിപ്പെട്ടുകൊണ്ട് വരുമ്പോഴാണ് അത് രോഗസൗഖ്യമായി സമാധാനമായി ബന്ധനങ്ങൾ അഴിയുന്നതായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയും ആകുന്നു. ദൈവത്തിന്റെ ശക്തി നമ്മുടെ പേര് ഇറങ്ങി വരുമ്പോ നമ്മുടെ സകല ഭാരങ്ങളും വേദനകളും എല്ലാം ഇറങ്ങിപ്പോ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇറങ്ങി വരുമ്പോഴുണ്ടല്ലോ, വചനം ഉള്ളിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോൾ ലോകം വചനത്തിന്റെ ശക്തി അങ്ങോട്ട് ഇറങ്ങുന്നതനുസരിച്ച് ലോകം താഴേക്ക് ഒലിച്ചു പോകുന്നതായി കാണുവാൻ കഴിയുക. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോ നമ്മുടെ വ്യാപരിക്കുന്ന ശക്തികള്, നമ്മുടെ വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയുടെ ബോധികള് ബന്ധനങ്ങള് അതൊന്നായി അഴിഞ്ഞു പോകുന്നതായി ദൈവമക്കൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുക. അതുകൊണ്ട് കർത്താവ് പറയുന്നത് ആ രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. യേശുവേ എന്ന് വിളിക്കുന്നവനെ വിടിവിക്കുവാൻ യേശു ഇറങ്ങി വരും.
നിലവിളിച്ച ഒരമ്മ തന്റെ കുഞ്ഞ് നിലവിളിക്കുമ്പോൾ കണ്ടില്ല എന്ന് നടിക്കത്തില്ല. വീണ്ടും മനസ്സിലാക്കാൻ പറയാം. ഒരു സ്ത്രീ ഒരു കുഞ്ഞ് നിലവിളിച്ചു കഴിഞ്ഞാൽ, ആരുടെ കുഞ്ഞായിക്കൊള്ളട്ടെ, നിലവിളിച്ചു കഴിഞ്ഞാൽ അതിനെ മൈൻഡ് ചെയ്യാതെ പോകത്തില്ല. അതിനെ പോയി ഓടിപ്പോയി വാരിക്കോരിയെടുത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ, അതിന് വേണ്ടുന്നത് കൊടുക്കുന്നത് പോലെ രക്ഷിക്കപ്പെട്ട ദൈവസംഗതികള്, ജീവന്റെ മുതക്കത്തിലിരിക്കുന്ന ദൈവജനത്തിന് മേല് ആത്മാവിന്റെ കാറ്റിന്റെ പകരുവാൻ പറ്റുമെന്ന് നീ ആയിരിക്കുന്ന ജനത്തിന് മേല് ഇറങ്ങി വരുന്ന അതിനാണ് സാധനങ്ങളെ തുറന്നോട്ടാ. ഇത് ചില കോട്ടകൾ പൊട്ടാൻ പോയില്ല. അവന്റെ ജീവിതത്തിൽ കെട്ടിവച്ചിരിക്കുന്ന പാരമ്പര്യ കോഴികൾ മാറാൻ പോകുന്നതിനാൽ എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ഓ രോഗബന്ധനങ്ങൾ, കോഴികൾ, ഓ നിന്ദനകൾ യേശുവിന്റെ നാമത്തിലാകിയോട്ടെ. ദർശനമായിട്ട് പോരാ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മയും അനുഗ്രഹങ്ങളും ചെയ്തിട്ടുണ്ടായെങ്കിൽ, രോഗസൗഖ്യവും സമാധാനവും തന്നിട്ടുണ്ടായെങ്കിൽ, എന്റെ കർത്താവ് സകലത്തിനും മതിയായവനെന്ന് വിശ്വസിക്കണമെങ്കിൽ അങ്ങനെയുള്ളവരുടെ സ്തുതിയ എന്റെ ദൈവത്തിന് വേണ്ടിയതാണ്. ശൂന്യതയിൽ നിന്ന് സകലത്തെ ഒഴിവാക്കിയ സർവശക്തനായ ദൈവത്തിന്റെ വലിയ പരിവർത്തനത്തിന്റെ ശൂന്യതയുടെ മേലെ ഇറങ്ങി വന്ന് ഉള്ളായി തനിക്കായി കിടക്കുന്ന നിലങ്ങളെ ഒഴിവാക്കുവാൻ ഇറങ്ങി വരുന്നതിനായി ഏൽപ്പിച്ചു കൊടുക്കുക.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് രാത്രികാലം വ്യക്തമായി കാണിക്കുന്നത്. ഓ ഇമ്പൽ ഘടകരമതരക്ഷാര, ഓ കാലുകളെയും കൈകളെയും തളർത്തുന്ന രീതിയിൽ ശരീരത്തിന്റെ ബലഹീനതകൾ കൊണ്ടുവന്ന് രോഗബന്ധനങ്ങളാണ്. ഓ മുഴങ്കാൽ മടക്കുവാൻ കഴിയാതെ ഒരിക്കൽ ഘടകരമതന ശരീരത്തിന്റെ അവയവങ്ങളെ പിടിച്ചു കെട്ടുന്നത് ഒരു മരക്കഷ്ണം ഓ മടക്കുവാൻ കഴിയാതിരിക്കുന്ന മുഴങ്കാലുകള് കൈകാലുകള് എന്റെ രാത്രികൾ എന്റെ ആത്മാവിന്റെ സാക്ഷിയെ ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് അച്ഛനായി മുന്നറിയിക്കുക. ഫുള്ള് വൈറ്റ് ഡ്രസ് ഇട്ടുകൊണ്ട് തലയിലൊരു തൊപ്പിയും വെച്ച് ഒരു ട്രേയും പിടിച്ച് വെള്ള ഷൂ ഇട്ട് ഒരു സിറിഞ്ഞ് കയ്യില് പിടിച്ചുകൊണ്ട് വരുന്ന ആള് വന്ന് നേരിട്ട് രജി ഞാൻ നേരത്താണ് നിന്നെ എനിക്ക് കുത്തിവെക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. രജിയുടെ അടുത്ത കാര്യമായി രജിക്ക് അറിയാം ഈ നേരത്താണ് ഇത് നേരത്താണ് നേരത്തിന്റെ കയ്യിലിരിക്കുന്ന സിറിഞ്ചാണ് ഈ സിറിഞ്ച് എന്നവർ കുത്തിവെക്കാൻ തന്നിരിക്കുക. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കട്ടെ, മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കട്ടെ, ഉള്ളവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ. സുപ്രഭാതധാരിയായ നമ്മുടെ മധ്യത്തിലുള്ള പൂരാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അവരോട് ചോദിക്കാതെ അമ്മ എന്റെ പാല്, അമ്മ എന്റെ വേദന, അമ്മ എന്റെ വിധവ ഇന്ന് രാത്രിക്കാലം മാറ്റണമേ. അത്തരം ഘടകരമതരക്ഷര നന്മയല്ലാതെ ഒന്നും ചെയ്യാത്ത നിങ്ങളെല്ലാം മാറ്റി നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവന്റെ രക്ഷ നമുക്ക് തന്ന അവന്റെ ശക്തിയോ നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുന്നതാണ്. യോഗത്തിന്റെ ശക്തി ക്ഷയിച്ചു പോകുക, ദൈവത്തിന്റെ ശക്തിയോ അത് ആത്മാവിന്റെ ബലം വർദ്ധിച്ചുകൊണ്ടേ.
ദൈവത്തിന്റെ പൈതലേ, നീ ഉള്ളിന്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുന്ന വിഷയമാണെങ്കിൽ വിഷയം നീ വിഷയമാക്കണ്ട. അസാധ്യമായ വിഷയമാകാം, ആർക്കും കഴിയത്തില്ല എന്നുള്ള വിഷയമാകാം. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്, ഊരാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവർ, നാളത്തെ പങ്കത്തെ കെട്ടിയവർ, സ്വപ്രദാസ്തവാദിയായവർ ഒരു ധൈര്യമായി ഇവിടെ വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടത് തരുവാൻ അവൻ അവന്റെ പക്കലുണ്ട്. അവനോട് ഏറ്റുപറഞ്ഞാട്ട് എന്റെ വിഷയം, എന്റെ കർത്താവേ, എന്നെ രാത്രികാലം വരെ കാണണമേ. ഘടക അത്തരം ഘടകരവത രക്ഷ ഘടക. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, അഭിഷേകമുള്ളവന് എപ്പോഴും എതിർപ്പുണ്ടാകും. അഭിഷേകമുണ്ടോ പോരാട്ടമുണ്ടോ? ഉണ്ടോ? അഭിഷേകമുള്ളവർക്ക് പോരാട്ടം അഭിമുഖീകരിച്ചേ മതിയാണ്. ദാവീദിന്റെ മേൽ അഭിഷേകമുണ്ടായിരുന്നു. അവനെതിരായി ഒളി അമ്പതൽ വന്നുകൊണ്ടേയിരുന്നു, ശൂലം അവന്റെ നേരെ വന്നുകൊണ്ടേയിരുന്നു. നിനക്കെതിരായി ചില ശൂലങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഒഴിഞ്ഞു മാറുന്ന ദൈവജന, ദൈവജന എന്ന രാത്രിക്കാലം ഒഴിഞ്ഞു മാറിയത് അവരെ വിടുവിക്കുന്നവൻ കൂടെ ഉണ്ട്. ശക്തമായ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുക. ചില വ്യക്തി ജീവിതങ്ങൾക്കെതിരായി ശൂലങ്ങളെ കടന്നു വന്നുകൊണ്ടിരിക്കുക. ശൗലിന് ഇവനെ എങ്ങനെയെങ്കിലും കഥ കഴിപ്പിക്കണം. എന്താണെന്നറിയാമോ? ഇസ്രായേൽ ജനം പാടി, ശൗൽ 1000 കൊന്നപ്പോൾ ദാവീദ് 10,000 കൊന്നു. അവന്റെ ഉള്ളിൽ ഒരു എന്താ പറയാ, അസൂയ ഉളവെടുത്തു. അസൂയയുടെ മേല് അവനെ എങ്ങനെയെങ്കിലും തകർത്ത് കളയുവാൻ പിശാചിനെതിരായി, നിന്റെ കുടുംബത്തിനെതിരായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് ദൂതറിയിക്കുന്നു. രക്ഷയുടെ ശക്തി നിന്റെ മേൽ കത്തിക്കൊണ്ടിരിക്കട്ടെ. രക്ഷയുടെ ശക്തി നിന്റെ മേൽ കത്തിക്കൊണ്ടിരിക്കട്ടെ. വചനം നിന്റെ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കട്ടെ. വചനം കഴിക്കുന്നതിൽ നീ മടുത്തു പോകരുത്. വചനം ഭക്ഷിക്കുന്നതിൽ നീ മടുത്തു പോകരുത്. ഓ വചനം പ്രാപിക്കേണ്ടവണ്ണമെന്ന് പ്രാപിക്കുക. ജനക്കെതിരായി കടന്നു വരുന്ന ഓ ചില ശൂലങ്ങളെ അവരെ ശാസ്ത്രത്തിന്റെ മുമ്പിൽ നിന്ന് ലംഘിപ്പിക്കുവാൻ എന്റെ ദൈവം നിനക്ക് മേൽച്ചോടിക്കുവാൻ പദ്ധതി ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഉണർത്തുകയാണ്. നമുക്കോ ദൈവശക്തിയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവശക്തിയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. യേശുവിനെ വിശ്വസിച്ചവൻ, യേശു മാത്രം രക്ഷിതാവാണെന്ന് കരുതുവാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചോ, ഇന്നല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാലും വിടുതൽ. ചില സാഹചര്യങ്ങൾ നമ്മൾ മറന്നുപോകുന്ന വിഷയം വിടുതൽ തന്റെ ദൈവം ഓർമ്മിപ്പിച്ചു. നമ്മൾ മറന്നാലും മറക്കാത്തവൻ കൂടെ, നമ്മൾ മറന്നാലും മറക്കാത്തവൻ കൂടെയുണ്ട്. അവൻ പറയുക, രക്ഷയ്ക്കായി നിന്റെ ജീവിതത്തില് എന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അത് നിന്നെ നശിപ്പിക്കുവാനല്ല, അത് നിന്നെ പണിയുവാനത്രേ. അതിന്റെ മേൽ ഊർജം തന്ന്, അതിന്റെ മേൽ അല്ലേലും ഉണർവ് തന്ന്, അതിന്റെ മേൽ പുതിയ ശക്തി തന്ന് ചതഞ്ഞുടഞ്ഞിരിക്കുവാനല്ല, ഈ ചതഞ്ഞ ഓടയെ ഉടച്ച് കളയാതെ പണിതുയർത്തുവാൻ എനിക്ക് പദ്ധതി ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവിനെ ഉണർത്തുകയാണ്. ലഭിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സ്തുതി എന്റെ ദൈവത്തിന് ആവശ്യമാണ്. അവരുടെ സ്തുതി നിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അവരുടെ സ്തുതി നിനക്കെതിരായുള്ള ശത്രുവിന്റെ സംഘാതത്തിന് ആവശ്യമാണ്. അവരുടെ സ്തുതി നിനക്കെതിരായി ആമേ വലിയ കൊലക്കുന്ന ശത്രുവിനെ തുടയ്ക്കുവാൻ ആവശ്യമാണ്. ദൈവമൈകളെ, ഇന്ന് വായിച്ച 34-ാം സങ്കീർത്തനത്തിന് 4-5 വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. Psalm 34 verse 4 and 5. അവരിലേക്ക് നോക്കി
ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അപ്പോൾ നമ്മൾ ആരെങ്കിലേക്കാണ് നോക്കേണ്ടത്? ആരോട് അപേക്ഷിക്കേണ്ടത്? യഹോവയോട് അപേക്ഷിക്കണം. അതരങ്ങൾ തുറന്ന് ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഈ വചനങ്ങൾ തരുന്നുവെങ്കിൽ ചിലരെ ഭയത്തിൽ നിന്ന് വിടുവിക്കുവാൻ, ചിലരുടെ അപേക്ഷ കറക്റ്റ് സ്ഥാനത്തിൽ എത്തപ്പെടുവാൻ, ഘടകശാല പൂർണ്ണഹൃദയത്തോടെ യഹോവ നിന്നെ കൈക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവനെനിക്ക് ഉത്തരവാദി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും ദൈവ പൈതലെ ആത്മാവിന് ഒരു കാര്യം പറയട്ടെ. സമയ ചുരുക്കമായി അതിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ചുരുക്കമായ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുക. എല്ലാ രോഗത്തിന്റെയും, എല്ലാ ശാപത്തിന്റെയും, എല്ലാ തകർച്ചയുടെയും തുടക്കം നമ്മുടെ ഭയമാണ്. പതിനായിരക്കണക്കിന് വില്ലന്മാർ വടച്ചട്ടയും അണിഞ്ഞ് കൊണ്ടും ആളുമായി നിന്നപ്പോ, അവർ ഭയപ്പെട്ടു നിന്നപ്പോ, അവർ നിറച്ചുകൊണ്ട് നിന്നപ്പോ, മല്ലന്മാരിൽ മല്ലനായ ഒരു ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ ഒരു പടച്ചട്ടയും പുറമേ ഇല്ലാത്തവർ, എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അഭിഷേകമുണ്ടായിരുന്നവർ, ഒരു കമ്പം കവണയും കൊണ്ട് മല്ലന്മാരിൽ മല്ലനായ ഗോലിയാത്തിനെ ഭയപ്പെടാതെ പോയി വീഴ്ത്തിയെങ്കിൽ എന്റെ ദൈവ കൃപക്കായ ദൈവത്തെ അവിടെ ഭയപ്പെട്ടില്ല. ആരെന്തൊക്കെ പറഞ്ഞോട്ടെ, ജ്യേഷ്ഠന്മാർ പറഞ്ഞു, നിന്നെ എന്റെ അപ്പനാണ്, നമ്മുടെ അപ്പൻ നമ്മുടെ അടുത്ത് അയച്ചത്, ഭക്ഷണം തരാനല്ലേ, തന്നില്ല, നീ വെച്ചോന്ന് പറഞ്ഞു. ക്ഷേമമായിരിക്കുന്നോന്ന് അറിയാനല്ലേ, അറിഞ്ഞ പൊക്കോളാൻ പറഞ്ഞു. അഭിഷേകമുള്ളവൻ പിന്മാറത്തില്ല, അഭിഷേകമുള്ളവൻ വളർന്ന് ഓടത്തില്ല, അഭിഷേകമുള്ളവന് ഭയമില്ല, അഭിഷേകമുള്ളവന് വേദന വന്നാൽ, അഭിഷേകമുള്ളവന് നിന്നത വന്നാൽ, അഭിഷേകമുള്ളവൻ എന്തൊക്കെ തന്നെ അനർത്ഥം വന്നാൽ അവൻ ഭയപ്പെടത്തില്ല. ദൈവജനമേ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. യഹോവയുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരേണ്ടതിനായി നിങ്ങളും അനുഗ്രഹിക്കുന്നവരായിരിക്കും. അതിനർത്ഥം കഴിയത്തില്ല എന്ന് പറയുന്നതാണ്, ഇല്ല എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഉണ്ടെന്നേ പറയാം. അന്യ മുടിക്കില്ല എങ്കിൽ മുടിക്കെന്നേ പറയാവൂ. എന്തുകൊണ്ടെന്നാൽ നിന്റെ പരിപാലകൻ അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. നമ്മൾ ഉറങ്ങിയാൽ, നമ്മുടെ വിഷയത്തിൽ നമ്മൾ ഉറങ്ങിപ്പോയാലും ഉറങ്ങാതെ കരുതി പരിപാലിക്കുന്നവൻ നമ്മുടെ കൂടെ ഇരിക്കുക. അവൻ പറയുന്നത് എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ അവൻ വിടുവിച്ചു. ഭയമത്ര തന്നെ വന്ന അനർത്ഥം എനിക്ക് വ്യസന കാരണമായോ ഞാൻ എന്റെ ഗോപിയോട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായി ചുരുക്കമായി പറയാം, എല്ലായിടവും ദൈവത്തെ സ്തുതിച്ച് വിടുതൽ കിട്ടിയിട്ടുള്ളതേ ഉള്ളൂ. ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുമ്പോ ദൈവം അവന് തക്കവണ്ണം കൊടുക്കും. ദൈവത്തിന് തക്ക പുകഴ്ച കൊടുക്കുമ്പോ ദൈവത്തെ പുകഴ്ത്തുന്നവനെ ദൈവം പുകഴ്ത്തിക്കൊണ്ടിരിക്കും.
ഉള്ളിന്റെ ഉള്ളിൽ വേദനയോട് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവജനമേ, എന്റെ ഭാരം ആരോട് പറയുമെന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, എനിക്ക് ഭൂമിയിൽ ആരുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഹൃദയങ്ങളെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. കഴിഞ്ഞ നാളുകളിൽ മനുഷ്യരിൽ നോക്കി, പാത്രന്മാരിൽ നോക്കി, സഭയുടെ ലേവലിൽ നോക്കി, പ്രസ്ഥാനത്തിൽ നോക്കി, പ്രമുഖന്മാരിൽ നോക്കി, എല്ലാം നമുക്ക് വിട്ടുകളയാ. സർവശക്തനായ ദൈവത്തിലേക്ക് നോക്കാം, സർവശക്തനായ ദൈവത്തിലേക്ക് ഇന്ന് വാങ്ങിയ മുഖത്തോടിരിക്കുന്ന ദൈവത്തിനാണ്, പുറത്ത് ചിരിക്കുന്നവെങ്കിലും അകത്ത് കളിഞ്ഞുകൊണ്ടിരിക്കുന്ന കൃത്യമായിരിക്കുന്ന ദൈവത്തിന് അവരുടെ ദൈവത്തിന്റെ അവരെ പറയുവാനുള്ളതാണ്. അവങ്ങളിലേക്കൊന്ന് നോക്കാം, അവങ്ങളിലേക്കൊന്ന് നോക്കാം. പുറപ്പെട്ടവരെ കൂടെ ഉണ്ടായെന്ന് പറയേ, അവൻ വിടുവിക്കുന്നവനാണ് നമ്മുടെ കൂടെ ഇരിക്കുക. എന്റെ മക്കളെ ശാസ്ത്രങ്ങളൊക്കെ വിടുവിക്കുന്നവൻ നമ്മുടെ കൂടെ ഇരിക്കുക. ഞെരുക്കത്തിന്റെ അപ്പമാണോ, കണ്ണുനീരിന്റെ പാനപാത്രമാണോ, ഇതിനെ മാറ്റി തരുവാൻ കഴിവുള്ളവൻ കൂടെ ഉണ്ടാകും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ കൂടെ ഉണ്ടാകും. നമുക്ക് വായിക്കാം 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. 2 Corinthians chapter 2, 1 Corinthians chapter 2 verse 5. എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ അല്ല, ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനകാലത്തെ ആയിരിക്കും. ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനകാലത്തെ ആയിരിക്കുന്നത്. ആ വചനം ആർക്കെങ്കിലും മനസ്സിലായോ? വിശ്വാസമുള്ളവന്റെ ജീവിതത്തിൽ ഒരു പ്രദർശനം ഉണ്ടായിരിക്കും. വിശ്വാസമുള്ളവന്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശ ഉണ്ടായിരിക്കും. പ്രത്യാശ ഉള്ളവരെന്തെയും അത് പ്രദർശിപ്പിക്കും. എങ്ങനെയാ പ്രദർശിപ്പിക്കുന്നതെന്ന് അറിയാമോ? കൈ പൊക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് കൂടെ ഇങ്ങനെ വെല്ലുവിളി പറയാം, പാസ് ഞാൻ നല്ല എഞ്ചിനീയറാ, പാസ് ഇപ്പൊ പൊക്കരുത്, പൊക്കിയ കാര്യങ്ങൾ നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്ന് മടിയവനായ എഞ്ചിനീയർ പറയാറിയൊന്ന് പൊക്കെന്ന് പറഞ്ഞ ആത്മാവിന്റെ ശാക്തിയാൽ പ്രദർശിപ്പിക്കണമെന്ന് ദൈവത്തിന്റെ ശാക്തി ഇറങ്ങി വരും. ദൈവത്തിന്റെ പൈതലെ അങ്ങനെയാ രോഗസൗഖ്യം ഇറങ്ങി വരുന്നത്, അങ്ങനെ ഇല്ലായ്മ സകല പരിപാടി വരുന്നത്, അങ്ങനെ അതിന്റെ വാതിൽ തുറന്നു വരുന്നത്. എന്ന രാത്രികാലം ജനക്കെതിരായി ഉയർന്നു നിൽക്കുന്ന ചില മതിലുകൾ ഇടിയണമെങ്കിൽ ഘടകക്കാര നിന്റെ സാമ്യനല്ലേലിയ കുടുംബത്തിനെതിരായി, നിന്റെ സമാധാനത്തിനെതിരായി ഉയർന്നു നിൽക്കുന്ന ചില മതിലുകൾ തകർന്നുടഞ്ഞാൽ മാത്രമേ നിനക്ക് വിശാലമായി മുൻപോട്ട് സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വെളിപ്പെട്ട ശരീരത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. അടുത്തിരിക്കുന്നവർക്ക് കൈകൊടുത്തിട്ട് പറയാൻ തന്റെ ഇടമുണ്ടോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. തന്റെ ഇടമുള്ളവർ മാത്രം കൈകൊടുത്തിട്ട് പറഞ്ഞാട്ട്, 2-3 പേർക്ക് കൈകൊടുത്തിട്ട് പറഞ്ഞാട്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ഇങ്ങനെയല്ല പ്രദർശനമാണ്. പ്രദർശനം പറഞ്ഞ ഓഹോ അങ്ങനെയുമല്ല, അത് ഉള്ളിന്റെ ഉള്ളിനൊരു എക്സ്പ്രഷൻ വരട്ടെ. 5000 നോട്ട്
അത്ഭുതമായ കാര്യം. പ്രദർശനം. ആത്മാവിന്റെ ശക്തി ഉള്ളിലുള്ളവൻ അവന്റെ ശക്തി പ്രദർശിപ്പിച്ചുകൊണ്ട് അങ്ങനെ കഥയ്ക്കാൻ നോക്കിയോ, ഓ ആരൊക്കെ പിടിച്ചിലെത്താൻ നോക്കിയോ, ഓ ദൈവശക്തി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞത് ആരൊക്കെ കാലഘട്ടത്തിലുണ്ടാവാൻ ആരൊക്കെ അടിച്ചു വന്നാൽ നോക്കിയാൽ എന്റെ സങ്കരാക്കണവൻ മുഖാന്തരം മതിയായവനാകുന്നു. സന്തോഷത്തോടെ കൈവിട്ടു പറഞ്ഞു നോക്കട്ടെ എന്താ മോനെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. നമുക്ക് വായിക്കാം 1 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിന്റെ 1 Chronicles chapter 16 verse 29 to 31. Brother 16 and 29 to 31. Yes. Yes. സർവഭൂമിയെ അവരുടെ സന്നിധിയിൽ നടുങ്ങുക. ഭൂതലം പുലിനാളവണ്ണം സ്ഥാപിതമാക്കുന്നു. സ്വർഗം ആനന്ദിക്കട്ടെ, ഭൂമി ഉല്ലസിക്കട്ടെ, യഹോവ വാഴുന്നത് ജാതികളുടെ മധ്യേ ഘോഷിക്കട്ടെ. നാമത്തിന്റെ മഹത്വം കൊടുത്തേ, യഹോവയ്ക്ക് മഹത്വം കൊടുക്കാറ് സകല മാന്യവും മഹത്വം എനിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞാ ഉള്ളതുകൂടെ നഷ്ടമാകത്തേ ഉള്ളൂ. യഹോവയ്ക്കൊന്ന് മഹത്വം കൊടുത്തു നോക്കിയേ. കുടുംബ ജീവിതത്തിനകത്ത് ഓ പിരിമുറുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളുടെ മേല യഹോവയ്ക്കൊന്ന് മഹത്വം കൊടുത്തു നോക്കിയേ. ജോലി മണ്ഡലങ്ങളുടെ മേല പിരിമുറുക്കമായി കടന്നിരിക്കുന്ന അവസ്ഥയുടെ മേല എന്റെ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തു നോക്കിയേ. ശരീര മണ്ഡലങ്ങളെ പിടിച്ചു കെട്ടിവെച്ചിരിക്കുന്ന വിലകിന ബന്ധനങ്ങളുടെ മധ്യത്തിന് എന്റെ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തു നോക്കിയേ. ചില ബന്ധനങ്ങൾ പൊട്ടി വാങ്ങുന്നതോ, ഓ ചില ശാപങ്ങൾ അഴിഞ്ഞു വാങ്ങുന്നതോ, ചില രോഗങ്ങൾ അഴിഞ്ഞു വാങ്ങുന്നതോ, ചില ഇല്ലായ്മകൾ ഉള്ളതുപോലെ വെളിപ്പെടുന്നതായി ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവിൽ ആരും ഒരിക്കലും ക്ഷീണിക്കത്തില്ല. ദൈവത്തിന്റെ പാദപ്പെടുത്തി ഇരിക്കുന്നതോറും ശക്തി പുതിയത് ജടീകമായത് തളർന്നു, ആത്മീയമായത് തളരത്തില്ല. ആത്മീയമായത് ആത്മാവിൽ ലയിച്ചുകൊണ്ട് മഹത്വം കൊടുത്തേ. കാഴ്ചയുമായി അവന്റെ സന്നിധി ചെല്ലുവേ. നമ്മൾ വേറെ വലിയ കാഴ്ചയൊന്നും കൊണ്ടുപോകണ്ട. ദൈവത്തിന് വേണ്ട സ്തോത്രം എന്ന യാഗം. നമ്മുടെ പൊന്നോ പണമോ ഒന്നും ദൈവത്തിന് വേണ്ട. നമ്മുടെ വസ്തുവകകളോ സമ്പത്തോ ഒന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ട വിശ്വസ്തതയുള്ള ഹൃദയമാ. ഓ തന്റെ ഇടത്തോടുകൂടി നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളെയാ, ഉറപ്പും ധൈര്യമുള്ളവരെ നിൽക്കുന്നവരെയാ എന്റെ ദൈവത്തിന് വേണ്ടിയത്. ആ ദൈവം പറയുന്നത് നാമത്തിന് മഹത്വം കൊടുപ്പീ. നിന്റെ അയൽവക്കാരറിയട്ടെ, ഇവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനാ, അവന്റെ ഭവനത്തിനകത്ത് സന്തോഷം കണ്ടോ എന്ന് ജാതികൾ പറയുവാർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ഇറങ്ങി വരേണ്ടതിനാ യഹോവയ്ക്ക് മഹത്വം കൊടുത്തു. യഹോവയ്ക്ക് മഹത്വം കൊടുത്തു. അയൽപക്കക്കാർ കാണട്ടെ, ഇവൻ ആരാധിക്കുന്നവനാ, ഇവൻ മഹത്വം കൊടുക്കുന്നവനാ. ഇന്ന് സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? കല്യാണം കഴിഞ്ഞവന് ആദ്യം ഭർത്താവ് പറയുന്ന ഭാര്യ കേൾക്കും, കുറച്ചു ദിവസം കഴിയുമ്പോൾ ഭാര്യ പറയുന്ന ഭർത്താവ് കേൾക്കും, വീണ്ടും കുറച്ചു ദിവസം കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും പറയുന്ന അയൽപക്കം കേൾക്കും. അതല്ല നമുക്ക് വേണ്ടിയത്, മനസ്സിലായോ? നമുക്ക് വേണ്ടിയത് അയൽപക്കം അറിയണം, അവിടെ ഉണർവുണ്ടെന്ന്. ഭർത്താവിന്റെ മസിൽ പവറല്ല, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി അവരുടെ മേൽ ഉണ്ട് എന്ന് അയൽപക്കം ജാതികൾ അറിയുമാർ ദൈവത്തിന്റെ ശക്തിക്കായ ദിവസങ്ങള് താണിരിക്കുന്ന ദൈവജനത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ശക്തി ലഭിച്ചവരായി, ശക്തി ലഭിച്ചവരായി, ദൈവിക വിടുതൽ പ്രാപിച്ചവരായി, ദൈവത്തിനെ അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അവരുടെ മേലെ ആ ദൈവം വീണ്ടും വീണ്ടും പകർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സംഗതികൾ പൂർണ്ണ ഹൃദയത്തോട് ആര് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ അവരുടെ മേൽ അവൻ ഉണർവിന്റെ ഉറവ തുറന്നുകൊണ്ടേ. അനേകർ അടയ്ക്കാൻ നോക്കുന്നവരും ദൈവ പൈതലെ അടയ്ക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ തുറന്നവന്റെ കൈ നീണ്ടിരിക്കുക അവന്റെ ജീവിതത്തിന് മേല. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ അവൻ രോഗസൗഖ്യം തന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രോഗശാപത്തിന് നിന്റെ ജീവിതത്തിന് മേലോ നിന്റെ സന്തതി പരമ്പരകളുടെ മേലോ അവനെ തൊടുവാൻ കഴിയത്തില്ല. എന്റെ യേശു മക രാജാവായി, രാജാതി രാജാവായി, സകലത്തിന്റെ ഉടയവനായി വീണ്ടെടുക്കാനായി കൂടെ ഇരിക്കുക. എന്റെ തുണിയുടെ മധ്യത്തിൽ സ്വാതന്ത്ര്യം ആരംഭിക്കട്ടെ. എന്റെ സ്വാതന്ത്ര്യത്തിന്റെ മധ്യത്തിൽ സ്വാതന്ത്ര്യം സന്തോഷിക്കട്ടെ. കാണിക്കുന്ന ഈ ദൈവശക്തി ഭവനത്തിനകത്തും കാണിക്കണം. ജോലിയിലാണെങ്കിൽ അവിടെയും ഒറ്റക്കായിരിക്കുന്ന സ്ഥാനത്ത് അവിടെ ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ഒരു ബാധ്യന്റെ കൂടാരത്തിൽ അടുക്കുവാൻ തക്കവണ്ണം അവൻ അനുവദിക്കത്തില്ല. പണ്ട് കാലങ്ങളിൽ അമ്മച്ചിമാരും അപ്പച്ചന്മാരും വെളുപ്പംകാലം എഴുന്നേറ്റിരുന്ന് ദൈവം നടത്താൻ പോകുന്ന വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. തലമുറയ്ക്ക് വേണ്ടി ദൈവത്തെ നിലവിളിക്കും. തലമുറയ്ക്ക് വേണ്ടി ദൈവത്തിനെ നിലവിളിക്കും. അന്നത്തെ ആഹാരത്തിന് വേണ്ടി ദൈവത്തോട് കണ്ണുനീരൊഴുക്കും. അവരെ ദൈവം ഇന്ന് അനുഗ്രഹിച്ച് അവരുടെ തലമുറകൾ ഉയർന്നിരിക്കുമ്പോ ആ തലമുറയെ നോക്കി ദൈവത്തിന്റെ ആത്മാവിനെ പറയുവാനുള്ളത് ഒന്നാണ്: സ്വർഗം സന്തോഷിക്കുമാർ, സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയും ഉയരുന്നുവെങ്കിൽ നശിച്ചു പോകേണ്ട രാജ്യത്തിന് ദൈവത്തിന്റെ കലവ് നിങ്ങൾ കൂടി നിന്റെ തലമുറകളെ കൂടി ചെയ്തെടുക്കുവാൻ പദ്ധതി കൊണ്ട് ദൈവം പോയത്. നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ തലമുറ നമ്മളിൽ കൂടി നമ്മുടെ തലമുറയിൽ കൂടി ചില വലിയ കാര്യം ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രം ദൈവത്തിനൊന്ന് സ്തുതിച്ചാട്ടെ. വാക്യം യിരെമ്യാ പ്രവചനം 32-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. യിരെമ്യാ chapter 32:19. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകും. ആമേൻ. ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിന് ഒത്തവണ്ണം കൊടുക്കേണ്ടത് ഈ മനുഷ്യരുടെ എല്ലാ വഴികളിലും മേലെ ദൃഷ്ടി വയ്ക്കും. ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് ഈ മനുഷ്യരുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വയ്ക്കുന്നു. 34-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ എങ്ങനെയാ വായിച്ചത്?
ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എന്റെ സകല ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. യഹോവയോട് അപേക്ഷിക്കുന്ന ഭക്തന്മാരുണ്ടോ എന്ന് യഹോവ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ലോകത്തെ തിരയുന്നവരായിട്ടല്ല, ലോകത്തിലുള്ളത് കണ്ടുപിടിച്ച് നടക്കുന്നവരായിട്ടല്ല, ലോകത്തിൽ പ്രകാശങ്ങളിലേക്ക് കടന്നു പോകുന്നവരായിട്ടല്ല, പിന്നെയോ യഹോവയിൽ നിന്ന് പ്രാപിക്കുന്നവരായി തീരുവാൻ യഹോവയുടെ സന്നദ്ധയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഭക്തന്മാർക്ക് അവരിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന് പറയുവാൻ കഴിയും. യെരമ്യാ പ്രവാചകനിൽ കൂടി നമ്മൾ വായിച്ചു, നീ പ്രവൃത്തിയിൽ വലിയവനും ആലോചനയിൽ വലിയവനുമാണ്, നിങ്ങളിലേക്ക് നോക്കിയവരുടെ നീ ദൃഷ്ടി വച്ച് വഴി നടത്തുന്നു. യഹോവയിലേക്ക് നോക്കിയവരെ, പ്രവൃത്തികളിൽ വലിയവനും ആലോചനയിൽ വലിയവനുമായ ദൈവം ദൃഷ്ടി വെച്ച് വഴി നടത്തുക. 2.5 വയസ്സിൽ ഓടി നടക്കുന്ന ഒരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ എവിനെയും നമ്മുടെ അമ്മയെയും വിചാരിക്കും. നിങ്ങൾ ഇവരെയും വിട്ടിട്ട് പുറത്ത് വിട്ടിട്ട് ഇവിടെ വന്നിരുന്ന വാക്ക് വെച്ചോണ്ടിരിക്കും. ഇല്ല. അതുവഴി വിട്ടിട്ട് നിങ്ങൾ പോകുമോ? ഇല്ല. അവരെ കിച്ചണിലും ഒറ്റയ്ക്ക് വിടത്തില്ല, അവരെ സിറ്റിംഗ് റൂമിലും ഒറ്റയ്ക്ക് വിടത്തില്ല. അവരുടെ എല്ലാ അവസ്ഥകളിലും നമ്മുടെ കണ്ണുണ്ടാകും. അപകടം പിടിച്ചതിലൊന്നും അവർ തുടരുത്, അവരുടെ പറയരുത്, അവർ പോയിട്ട് ഇലക്ട്രിക് ലൈറ്റിലൊന്നും പിടിക്കരുത്, അവർ പോയിട്ട് ചൂടുവെള്ളത്തിൽ കൈയിടരുത്, പൊക്കത്തിരിക്കുന്നൊന്നും വലിച്ച് തലയിൽ കൂടെ ഇടരുത്. ഒരു അപ്പൻ ഒരു അമ്മ ഒരു കുഞ്ഞിനെ ഇത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടി അവസാനങ്ങളുടെ രക്ഷവും തന്ന, മരണത്തിൽ നിന്ന് മരണയെ ജയിക്കാനായി ഉയർത്താൻ അവന്റെ മരണത്താൽ നമുക്ക് വീണ്ടെടുപ്പ് തന്ന ഓ ആ കർത്താവായ യേശുക്രിസ്തു എങ്ങനെ നമുക്ക് വേണ്ടി ചിന്തിക്കാതിരിക്കുക. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ മേൽ എപ്പോഴും ദൃശ്യവെച്ച് നമുക്ക് ആലോചന പറയുന്നതിനായി, അവന്റെ ശക്തിയുള്ള ഭുജം നമ്മുടെ മേൽ ഇരിക്കേണ്ടതിനായി, അവന്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഇരിക്കേണ്ടതിനായി ദൈവത്തെ കുറിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ സാന്നിധ്യം നമ്മുടെ മേൽ അറിയുവാനും ദൈവനാമേ ആ കർത്താവാണ് നമ്മളോട് ഇരിക്കുന്നത്. ആ കർത്താവ് പറയാ, എന്റെ വചനത്തിന്റെ ശക്തിയാ ഞാൻ നിന്നെ വിടുവിച്ചിരിക്കുന്നു. എന്റെ വചനത്തിന്റെ ശക്തിയാൽ നിന്റെ ജീവിതത്തിന്മേൽ വിടുതൽ സംഭവിക്കുന്നു. എന്റെ വചനത്താൽ ഞാൻ നിന്നെ കൈക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തികളിൽ വലിയവനായതുകൊണ്ട്, ശിക്ഷകൾ ചെയ്യുന്നവനായതുകൊണ്ട് നീ എന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ആ മഹത്വത്തിന്റെ മധ്യത്തിൽ കർത്താവിന്റെ മഹാനാഥന്റെ വിളകി വന്ന് നമ്മുടെ പ്രവർത്തികളിൽ വലിയവൻ, ആലോചനയിൽ ഭയങ്കരൻ, അവൻ നമ്മളെ ദൃഷ്ടി വച്ച് ആലോചന പന്തിരരുവാൻ, ദിനം തോറും വഴി നടത്തുവാൻ ശക്തനായി കൂടെ ഇരിക്കുക. ഒരു വചനം കൂടി നമുക്ക് വായിക്കാം. യെരമ്യാ 29:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്റെ സന്നിധി വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ആമേൻ. അടുത്തതോടി നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളെ നീക്കിക്കൊണ്ടിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലാ ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിധിക്കുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു, എന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഈ ലോകത്തിലെ ഏത് ഗ്രന്ഥം നമ്മൾ പഠിച്ചാലും ഇതുപോലെ ശക്തമായി ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുക, നീ എങ്കിലേക്ക് നോക്കി അപേക്ഷിക്കണമെങ്കിൽ
നിന്റെ അപേക്ഷ ഞാൻ കേൾക്കാം, നിന്റെ പ്രാർത്ഥന കേട്ട് ഞാൻ നിനക്ക് വിടുതൽ ആ കർത്താവ് പറയുക, ആമേ നീ എങ്കിലേക്കൊന്ന് നോക്ക, എനിക്ക് നിന്നെ പ്രകാശിപ്പിക്കുവാൻ പദ്ധതി ഉണ്ട്. നീ എങ്കിലേക്കൊന്ന് നോക്ക, നിന്റെ ശൂന്യമായി കിടക്കുന്ന ആമേ പാത്രത്തിലെ എണ്ണ ഞാൻ നിറച്ചു തരുവാൻ എനിക്ക് പദ്ധതി ഉണ്ട്. അങ്ങനെ നീ എന്റെ തന്നിലേക്കൊന്ന് കടന്നു വാ. ആമേ നിങ്ങളോട് അപേക്ഷിച്ച് എന്റെ തന്നെ പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങളെ അന്വേഷിക്കും, പൂർണ്ണത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങളെന്നെ കണ്ടെത്തും. നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുന്ന കർത്താവ് കൂടെ ഉണ്ട്. നിങ്ങളെന്നെ കണ്ടെത്തുവാൻ ഞാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലാ ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി കൊണ്ടുവരും. ആശ്വസമില്ലാത്ത ആരും ഇവിടെ കടന്നു വന്നിരിക്കുന്നവരാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ദൈവം വീണ്ടെടുത്തവരാ. നിങ്ങളുടെ പേര് ദൈവത്തിന്റെ ആശ്വാസമുണ്ട്. നിങ്ങൾ സമാധാനമായി ജീവിക്കേണ്ട ദൈവത്തിന്റെ ഗീതമാണ്. എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ നോക്കുന്നവങ്ങളാ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവങ്ങളാ, വിളിക്കേണ്ടവണ്ണം ദൈവത്തെ വിളിക്കുന്നവങ്ങളാ, സ്തുതിക്കേണ്ടവണ്ണം സ്തുതിക്കുന്നവങ്ങളാ, സഭയിൽ കടന്നു വരുമ്പോൾ മാത്രമല്ല പത്രത്തിന്റെ ഇടയിൽ പോയി എത്തുമ്പോൾ പോലെ നിങ്ങൾ കൂടി പ്രകാശം ചൊല്ലിക്കുന്നത് നിന്റെ ഒരു ഉപകരണമായിരുന്നു മാറ്റുക. എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനായി മറ്റുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? തളർന്നാതെ രോഗികള്, മരണത്തോട് മണ്ണിടിക്കുന്നവർ, ആന തൊഴിൽ ചാടുന്നവർ, ദൈവത്തിന്റെ അതിശയം നമ്മുടെ ഇടയിൽ നിന്ന് ദൈവം ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ പോവുകയാണ്. ഇടകിടക്കുന്ന ചിലരെ കൂട്ടിച്ചേർക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനായി ഒന്ന് ഒരുങ്ങി നിൽക്കാൻ കഴിയുമോ? പ്രവാസം മാറ്റുന്നവൻ കൂടെ ഉണ്ട്. കണ്ടനകൾ മാറ്റുന്നവൻ കൂടെ ഉണ്ട്. വേദനകൾ മാറ്റുന്നവൻ കൂടെ ഉണ്ട്. ആ കർത്താവ് എന്ന് പറയുന്നത്, എന്റെ മകരെ നീ എങ്കിലേക്ക് നിന്റെ എല്ലാ ഭാരവും വിട്ട് കളഞ്ഞിട്ട്, നിന്റെ എല്ലാ വേദനാദികളും വിട്ട് കളഞ്ഞിട്ട് അല്പമേ ശക്തിയുള്ളൂ എങ്കിലാണ് ഉള്ള ശക്തികൾ കൊണ്ട് നീ എന്നെ സ്തുതിക്കാൻ എനിക്ക് നിന്നെ ഉയർത്താൻ പദ്ധതിയുണ്ട്. മൊത്തം പരിശോധിച്ചാൽ ദൈവത്തെ സ്തുതിക്കാതെ ആരും വിടുതൽ പ്രാപിച്ചിട്ടില്ല. ദൈവത്തെ സ്തുതിക്കുന്നവരുടെ ദൈവത്തിന്റെ വലിയ പദ്ധതികളാണ്. അത് ആരൊക്കെ തടഞ്ഞു വെക്കാൻ നോക്കിയാൽ ചില കോട്ടകളെ തകർത്തുടച്ചുകൊണ്ട് ആദ്യം നിനക്കെതിരെ പറവോന്റെ പോരാട്ടമുണ്ടായാൽ, നിനക്കെതിരെ പറവോന്റെ സൈന്യം മല്ലേരിയ പിന്തുടർന്നാൽ ശത്രുവിന്റെ മുമ്പിൽ വരാതെ വണ്ണ ഉയർത്തുന്നതിന്റെ കർത്താവ് കൂടെ ഉണ്ട്. മല്ലേരിയ പിളർന്ന് പാത ഒരുക്കുന്നവൻ കൂടെ ഉണ്ട്. അവങ്കിലേക്ക് നോക്കി അവൻ നമ്മുടെ ഇരി തടഞ്ഞിരിക്കുന്ന അവസ്ഥയൊന്ന് മാറ്റിയിട്ട് പ്രകാശം ജ്വലിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളെ പ്രകാശിക്കട്ടെ, നമ്മുടെ ദേശം പ്രകാശിക്കട്ടെ, നമ്മളെ കൂടെ സമൂഹം പ്രകാശിക്കട്ടെ. കർത്താവിന്റെ രാജ്യം നമ്മളെ കൂടി മഹത്വമെടുക്കട്ടെ. നടക്കാൻ വയ്യാതെ, ഇരിക്കാൻ വയ്യാതെ, ക്ഷീണിതരായി എല്ലാവരെയും യൗവനത്തിന്റെ ആരോഗ്യം തന്ന ഉയർത്തുന്ന സർവശക്തനായ കർത്താവ് കൂടെ വന്ന ഇന്ന് സംഭവിച്ചതുപോലെ ഇന്ന് സംഭവിക്കുവാൻ ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. അടഞ്ഞ വാതിലുകളെ അന്ന് തുറന്നതുപോലെ ഇന്നും തുറക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. അന്ന് ദാരിദ്ര്യം മാറ്റിയതുപോലെ, വിധവയുടെ ദാരിദ്ര്യം അന്ന് മാറ്റിയതുപോലെ ഇന്നും ദൈവത്തിന് നിന്റെ ഭവനത്തിനകത്ത് എണ്ണ അയച്ച എന്റെ കലത്തിലെ മാതകളെ വർദ്ധിപ്പിച്ച പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി എന്റെ കൂടെ വരണമേ. അവരുടെ കൂടെ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഇറങ്ങി വരാൻ പോവുകയാണ്. കാലിപാത്രങ്ങളെ നിറയ്ക്കുന്നവർ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു പിടി മാവേ ഉള്ളൂ, അത് പ്രശ്നമല്ല, അതിനെ നിറച്ചു തരുന്നവർ കൂടെ ഉണ്ട്.
ശൂന്യതകളെ നികത്തുന്നവരാ, ശൂന്യതകളെ നികത്തുന്നവരാ, നിന്റെ ശൂന്യതകളെ നികത്തുന്നവരാ. നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന് മേൽ, നിന്റെ സഭയുടെ മേൽ, നിന്റെ ദേശത്തിന് മേൽ, തലമുറയുടെ മേലുള്ള ശൂന്യതകള് യഹോവയുടെ കരം നീട്ടി ഇപ്പോൾ നികത്തിക്കൊണ്ടിരിക്കുക. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട. ചില വിടുതലുകൾ നടക്കാൻ പോകുക. ഒരിക്കാർ ഇമ്പരാരകമൗട വിശ്വാസത്തോടെ ഈ കല്ലുകളിൽ നിന്ന് മാറ്റുന്നുവെങ്കിൽ അതിനകത്ത് ചത്ത് കിടക്കുന്ന അവസ്ഥകൾ, നാട്ടം വെച്ച് കിടക്കുന്ന അവസ്ഥ പോൽ ആമേൻ അത് പുറത്ത് വന്ന് തുള്ളിച്ചാടാൻ പോകുകയാണ്. ആണ്ടുകൾക്ക് അവരെ ആഗ്രഹിച്ച നിന്റെ വിശ്വാസത്തിന്മേ എന്റെ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ പരിവർത്തനം ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. അടുത്തിരിക്കുന്നവർക്ക് കൈകൊടുത്തിട്ട് പറഞ്ഞാട്ടെ, സഹോദരി ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ പറഞ്ഞാട്ടെ, സഹോദരി ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ വിളിച്ചതാ. കാലി പാത്രമേ ഉള്ളൂ, അവരെ തുറന്നു വയ്ക്കാം. ദൈവം നിറയ്ക്കാൻ പോകുക. ദൈവത്തിന് എല്ലാവർക്കും എഴുന്നേൽക്കുക. കാലി പാത്രങ്ങളെ ദൈവം നിറയ്ക്കാൻ പോകുക. ശൂന്യതകളെ ദൈവം നിറയ്ക്കാൻ പോകുക. ഇല്ലായ്മകളെ ഉള്ളതുപോലെ ദൈവം വെളിപ്പെടുത്തി നിറയ്ക്കാൻ പോകുകയാണ്. കടകരമധുര അവന്റെ സന്നിധി ഏൽപ്പിച്ചു കൊടുക്കാം.